സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങില്ലെന്ന് മന്ത്രി പി രാജീവ്. പദ്ധതി പ്രദേശം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കും. 100 കമ്പനികൾ ഭൂമിക്കായി കാത്തുനിൽക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ടീകോമിനുള്ള നഷ്ടപരിഹാരം കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനിക്കുമെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി മുംബൈയിൽ പറഞ്ഞു. നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ഇൻഫോ പാർക്കിന്റെ ഏകദേശം മുഴുവനായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ലാൻഡ് പൂളിംഗിലേക്ക് പോവുകയാണ്. അപ്പോൾ 100-ലധികം കമ്പനികളുടെ ഡിമാൻഡ് തന്നെ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അപ്പൊ അവരുടെ പിന്നീട് അവര് ദുബായിക്ക് പുറത്തുള്ള അത്തരം ഡെവലപ്മെന്റുകൾ കുറെ കാലമായി നടത്തുന്നില്ല. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. എന്തായാലും അവരുടെ താല്പര്യവും നമ്മുടെ താല്പര്യവും ഇപ്പോൾ ഒരുപോലെയാണ്. നമുക്ക് സ്ഥലം ഉപയോഗിച്ചാൽ മതിയാവും. വലിയ ഡിമാൻഡ് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ IT കമ്പനികൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്.